ഓം നമഃശിവായ. ചില സമർപ്പണങ്ങൾ വെറും നിർമ്മിതികളല്ല, ചില സ്വപ്നങ്ങൾ വെറും ആഗ്രഹങ്ങളുമല്ല. ഭക്തി ഹൃദയത്തിൽ നിന്ന് ഒഴുകുമ്പോൾ അത് ചരിത്രമായി മാറും. ഇന്നു നിങ്ങൾ കാണാൻ പോകുന്നത് അത്തരമൊരു ചരിത്രമുഹൂർത്തമാണ്. ജനഹൃദയങ്ങൾ ഇടം നേടിയ ഗജരാജാവ്, ചിറക്കടവ് മഹാദേവന്റെ മാനസപുത്രൻ, ആയിരക്കണക്കിന് ഭക്തരുടെ സ്നേഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട തിരുനീലകണ്ഠൻ. വർഷങ്ങളായി ഭക്തജനങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്വപ്നം അവസാനം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു മഹത്തായ സമർപ്പണം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പുതിയ ആലയത്തിന്റെ സമർപ്പണം മാത്രമല്ല, ഭക്തിയുടെ കഥയാണ്, സ്നേഹത്തിന്റെ കഥയാണ്, ഒരു കുടുംബത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ കഥയാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ അവസാനം വരെ കാണുക. കാരണം അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു കാഴ്ച മാത്രമല്ല, ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു അനുഭവമാണ്. 2026 ജൂൺ 14 ഞായറാഴ്ച ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ഈ പുണ്യമുഹൂർത്തത്തിന്റെ സമ്പൂർണ്ണ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായി കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടാതെ മഹാദേവന്റെയും തിരുനീലകണ്ഠന്റെയും അനുഗ്രഹം പ്രാപിക്കുന്നതിനായി കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്താനും മറക്കരുതേ. ഹരഹര മഹാദേവ. ഭക്തി, സമർപ്പണം, സ്നേഹം, ഈ 3 വാക്കുകൾക്ക് ഒരു രൂപം നൽകേണ്ടി വന്നാൽ അതിന്ന് നാം കാണാൻ പോകുന്ന ഈ പുണ്യമുഹൂർത്തമായിരിക്കും. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം ഭക്തരുടെ അചഞ്ചല വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പുണ്യകേന്ദ്രമാണ്. മഹാദേവന്റെ അനുഗ്രഹവും കരുണയും അനുഭവിച്ചറിഞ്ഞ അനേകം ഭക്തരുടെ ജീവിതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ദേവസന്നിധിയിൽ ഇന്ന് മറ്റൊരു പുണ്യമുഹൂർത്തം കൂടി ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ്. ചിറക്കടവ് മഹാദേവന്റെ മാനസപുത്രൻ എന്ന വിശേഷണത്തിന് അർഹനായ, ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പ്രിയ ഗജവീരൻ തിരു നീലകണ്ഠന് സമർപ്പിക്കപ്പെട്ട പുതിയ ആലയത്തിന്റെ സമർപ്പണ ചടങ്ങാണ് നാം ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 11:30 12 മണിക്കുമിടയിൽ മഹാദേവന്റെ തിരുസന്നിധിയിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഈ വിശിഷ്ട ചടങ്ങ് നടന്നു. നിരവധി ഭക്തജനങ്ങളും ദേവസ്വം ജീവനക്കാരും ഉപദേശക സമിതി അംഗങ്ങളും ആനപ്രേമികളും ചടങ്ങിൽ പങ്കുചേർന്ന് ഈ അപൂർവ നിമിഷത്തിന് സാക്ഷികളായി. വർഷങ്ങളായി ചിറക്കടവ് മഹാദേവ ഭക്തരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാഗ്രഹമായിരുന്നു തിരുനീലകണ്ഠന് സ്വന്തമായി ഒരു പുതിയ ആലയവും ആനത്തറയുമെന്നത്. കാലപ്പഴക്കത്തിന്റെ ആഘാതത്തിൽ പഴയ ആനത്തറ നാശത്തിന്റെ വക്കിലെത്തിയിരുന്നു. ഒരു കടമയെന്ന നിലയിലല്ല, ഒരു പ്രദർശനമെന്ന നിലയിലല്ല, മറിച്ച് മഹാദേവനോടുള്ള സമർപ്പണമായും തിരുനീലകണ്ഠനോടുള്ള സ്നേഹോപഹാരമായുമാണ് ഈ മനോഹരമായ ആലയം സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ കുടുംബാംഗങ്ങളും അതിയായ സന്തോഷത്തോടും ആത്മസമർപ്പണത്തോടും കൂടിയാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളായത്. ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിന്റെ മാനസപുത്രനായ തിരുനീലകണ്ഠൻ ഇന്നൊരു ആന മാത്രമല്ല, ആയിരക്കണക്കിന് ഭക്തരുടെ സ്നേഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങുന്ന ജനപ്രിയ ഗജരാജാവാണ്. ഈ മഹത്തായ സമർപ്പണത്തിന് പിന്നിൽ ഒരു നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല, മഹാദേവനോടുള്ള അഗാധമായ ഭക്തിയും തിരുനീലകണ്ഠനോടുള്ള അകമഴിഞ്ഞ സ്നേഹവും സമർപ്പണ മനോഭാവവുമാണ്. പുതുപ്പറമ്പി ശിവോഹം കുടുംബാംഗങ്ങളായ ശ്രീ രതീഷ് രവിയുടെയും ശ്രീ രവീന്ദ്രൻ പിള്ളയുടെയും ആത്മാർത്ഥമായ സമർപ്പണവും മഹാദേവ ഭക്തിയും തന്നെയാണ് ഇന്ന് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിയൊരുക്കിയത്. വർഷങ്ങളായി ഭക്തരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ആഗ്രഹം സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് മഹാദേവന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കണമെന്ന ഭക്തിപൂർണമായ ആഗ്രഹത്തോടെയാണ് ഈ മഹത്തായ ദൗത്യം അവർ പൂർത്തിയാക്കിയത്. ചിറക്കടവൻ മഹാദേവൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവരും
ആരാധിക്കുന്നതും പൂജിക്കുന്നതുമായിട്ട് ചെറക്കടവ് നീലകണ്ഠനാണ്. ആ നീലകണ്ഠൻ ഒരു ആലയമില്ലായിരുന്നു, നനഞ്ഞു നിന്നിരുന്നു. ഒരു 5 മാസത്തോളമായി നമ്മളിപ്പം ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. അത് ഇന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇന്ന് ചെറിയ ചാറ്റമലവും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും സന്തോഷമായിട്ട് എല്ലാവരെയും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇന്ന് മഹാദേവനെ ഇവിടെ ഇന്ന് പാർപ്പിക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സാബു എന്ന് പറയുന്ന ഒരു ആനക്കാരനും പിന്നെ പുള്ളിക്കാരൻ്റെ ഒത്തിരി പ്രയത്നവും അതേപോലെ തന്നെ സംഘത്തിൻ്റെയും സേവാ സംഘത്തിൻ്റെയും അതേപോലെ എല്ലാവരുടെയും ദേവസ്വം ബോർഡ് മാനേജരുടെയും എല്ലാവരുടെയും പ്രയത്നവും സഹകരണവും ഒത്തിരി ഇതിൻ്റെ കാര്യം കൊണ്ടാണ് കൂടുതലായിട്ട് ഇത് തീർത്ത് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നീലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, മഹാദേവൻ്റെ ആന എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല, അറിയാമല്ലോ. ഒരു പ്രാവശ്യം വന്നപ്പോഴേക്കും അവന് നേരത്തെ ഒരു ആലയം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മേലുവശം അവൻ്റെ മതപ്പാടിൻ്റെ സമയത്ത് അവൻ അത് മേലുവശമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മേലുവശമൊക്കെ ചോർന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോഴേക്കും എന്നോട് നമ്മുടെ അവൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ പോകുന്നതിൻ്റെ ഒരു കാരണക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സാബുച്ചാണ്. എല്ലാവർക്കും അറിയാം, നീലകണ്ഠൻ്റെ കൂടെ തന്നെ അറിയപ്പെടുന്ന ഒരാളാണ് നമ്മുടെ സാബുച്ചാണ്. അപ്പോൾ സാബുച്ചാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞിടാ, ഞാൻ പോകുന്നതിന് റിട്ടയർ ആകുന്നതിന് മുന്നേ എനിക്കിങ്ങനെ അവനൊരു ആലയം പണിത് കണ്ടിട്ട് അവനെ മഴ നനയാൻ നിർത്തിയിട്ട് പോകണമെന്ന് ആഗ്രഹമെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലാഭേച്ഛയില്ലാതെ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേക്കും അത് ചെയ്തു കൊടുക്കണമെന്ന് എനിക്കൊരു മനസ്സിൽ ആഗ്രഹം തോന്നി. പക്ഷെ എന്നാലും നമുക്ക് അമ്പലത്തിലെ എല്ലാ ആൾക്കാരെ സഹകരണം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ അമ്പല കമ്മിറ്റിയുടെയും പിന്നെ പോലെ തന്നെ മറ്റ് സേവാ സംഘത്തിൻ്റെയും ഒക്കെ ദേവസ്വം ബോർഡ് മാനേജർ ഇവരെല്ലാം അകമഴിഞ്ഞ സഹകരണത്തോടു കൂടി ശരിക്കും പറഞ്ഞാൽ നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് ഒരു മഹാദേവൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ അവന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കണക്ക് കൂട്ടുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷങ്ങളിലൊന്നായത്. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നത്. അത് അങ്ങനെ സാധിച്ചെടുക്കാൻ സാധിച്ചാൽ എനിക്ക് എൻ്റെ മഹാദേവനോടും നീലകണ്ഠനോടും ചിറട്ടുകരയിലെ എല്ലാവരോടും അവനെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി കടപ്പാടുമുണ്ട്. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Beat kicks pound like a heartbeat fight. These gritty vibes keep my story in sight. Graffiti on the walls. തിരുനീലകണ്ഠന്റെ പ്രിയപ്പെട്ട പാപ്പാൻ സാബുവിനോടും ഈ മഹത്തായ ആലയ സമർപ്പണത്തിന് പിന്തുണയും സഹകരണവും നൽകിയ എല്ലാ നല്ല മനസ്സുകളോടും പുതുപ്പറമ്പിൽ ശിവോഹം കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പുണ്യമായ ആലയ സമർപ്പണ ചടങ്ങിന് സാക്ഷികളായ എല്ലാ ഭക്തജനങ്ങളോടും ദേവസ്വം ജീവനക്കാരോടും ഉപദേശക സമിതി അംഗങ്ങളോടും ആനപ്രേമികളോടും പുതുപ്പറമ്പിൽ ശിവോഹം കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മഹാദേവന്റെ അനുഗ്രഹത്താലും ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകളാലും സഫലമായ ഈ മഹത്തായ ദൗത്യത്തിൽ പങ്കാളികളായ എല്ലാവരെയും കുടുംബം സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. മഹാദേവന്റെ കൃപയാൽ ശ്രീ രതീഷ് രവിക്കും ശ്രീ രവീന്ദ്രൻ പിള്ളയ്ക്കും പുതുപ്പറമ്പിൽ ശിവോഹം കുടുംബാംഗങ്ങൾക്കും ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും ജീവിത വിജയങ്ങളും വർദ്ധിക്കട്ടെ. ഈ ആലയ സമർപ്പണത്തിന്റെ സന്തോഷവും അനുഗ്രഹവും ഏവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. തിരുനീലകണ്ഠന് ദീർഘായുസ്സും ആരോഗ്യവും ക്ഷേമവുമുണ്ടാകട്ടെ.
ചിറക്കടവ് മഹാദേവന്റെ കൃപാകടാക്ഷം എല്ലാ ഭക്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. പുണ്യദർശനം ചാനലിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ആശംസകളോടെ സൗഖ്യ ഹോമിയോ മെഡിക്കൽസ്, മഞ്ഞപ്പള്ളിക്കുന്ന്, പൊൻകുന്നം. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.